എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്ന നല്ലൊരു കണമ്പ് മീൻകറിയുടെ വീഡിയോ ആണ്. നല്ല രുചിയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ സിമ്പിളും ആണ്. നമ്മൾ നിത്യവും തയ്യാറാക്കുന്ന തേങ്ങ അരച്ച മീൻകറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലൊരു ടേസ്റ്റി മീൻകറി നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല എളുപ്പമാണ് കറി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങാപ്പാലാണ് കറിയുടെ ടേസ്റ്റ് കൂടുതൽ തരിക. കറി തയ്യാറാക്കാൻ എടുക്കുമ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ വേണം കറിയിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് കറി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇനി നമുക്ക് കണമ്പ് പാലുകറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ കണമ്പാണ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഉടൻ തന്നെ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. ചട്ടി ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് 1 നുള്ള് ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 20 കൊച്ചുള്ളി, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, അതുപോലെ ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഉള്ളി ചേർക്കാം. നിങ്ങൾക്കിപ്പോൾ ഉള്ളി ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ സവാള ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇനി നല്ലോണം വഴറ്റിയെടുക്കാം. അതുപോലെ ഉള്ളിയുടെ അളവൊന്നും കൂടി പോവരുത്. കാരണം കൂടുതൽ അളവിൽ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊരു ചെറിയ മധുരമൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് ഉള്ളി ചേർത്ത് കറി തയ്യാറാക്കി എടുക്കരുത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. വഴറ്റുന്ന ഉള്ളിയിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതെല്ലാം യോജിപ്പിച്ചിളക്കി കൊടുക്കാം. ഉള്ളി ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം. വീണ്ടും പച്ചമുളക് ചേർത്ത് വഴറ്റാം. ഈ സമയത്ത് കറിയിലേക്ക് ആവശ്യമായ 1 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് ഉലുവപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ച് വെക്കണം. ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കുമ്പോൾ ഈ ഒരു മുളകിന്റെ ആ ഒരു കുത്തൽ ടേസ്റ്റ് ഒക്കെ മാറി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. മല്ലിപ്പൊടി ചേർക്കുവാണെങ്കിൽ കറികൾ പെട്ടെന്ന് തന്നെ കേടായി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ കറി തയ്യാറാക്കി വെച്ചാൽ ഒരു 2-3 ദിവസത്തേക്ക് ഒരു കേടുപാടും കൂടാതെ തന്നെ കറി ചൂടാക്കി കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊക്കെ മുരിവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി വഴറ്റാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി മൊരിയിച്ചെടുക്കണം. മുളക് പൊടിയൊക്കെ മൊരിഞ്ഞ് നല്ല ഉരുണ്ട വരുന്ന ഒരു പരുവത്തിലേക്ക് ആയി വരണം. അതുവരെയും നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുളകൊക്കെ ഇതുപോലെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിന്ന് തേങ്ങ അരച്ചല്ല കറി തയ്യാറാക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ്. ഇതുപോലെയാണ് നാളികേരപ്പാല് പിഴിഞ്ഞു വെച്ചിട്ടുള്ളത്. മുളക് മുരിഞ്ഞ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ പുളി കുതിർത്തിയത് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുള്ള പാകമാണ്. ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒറ്റടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്ക് ആക്കിയെടുക്കാം. അങ്ങനെ നാളികേര പാല് ചേർത്ത് കറി നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകിയ പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള നാളികേര പാല് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഒറ്റടിക്ക് ചേർത്താൽ കറി പിരിഞ്ഞു പോവാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷമായിരിക്കണം ബാക്കിയുള്ള പാൽ കൂടെ ചേർക്കുന്നത്. വീണ്ടും ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോ 1 നാളികേരത്തിൽ നിന്നും 1 ലിറ്റർ നാളികേര പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വീണ്ടും നാളികേര പാല് ഒന്ന് തിളച്ച് കുറുകിയ പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള നാളികേര പാല് കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം കറി ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കുമ്പോഴാണ് കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു നാളികേര പാല് ചേർന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെയും നമുക്ക് ഇളക്കി തന്നെ തിളപ്പിച്ചെടുക്കാം. നാളികേര പാല് ചേർത്ത് കറി നല്ലോണം തന്നെ വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ കറി നല്ല വെട്ടി തിളച്ച് കുറുകിയ പാകത്തിലേക്കൊന്ന് ആക്കിയെടുക്കണം. അതിനായിട്ട് നമുക്കൊന്നുകൂടെ വെട്ടി തിളപ്പിച്ചെടുക്കാം. കറി ഇനി തിളച്ച് വരട്ടെ. വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരമൊന്നും കറി തിളപ്പിച്ചെടുക്കേണ്ട നമുക്ക് ആവശ്യം വരുന്നില്ല. ഓവറായിട്ട് മീൻ കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവാനും കറിയുടെ രുചി നഷ്ടപ്പെടാനും സാധ്യത ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. കറിയിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് ചാറ് കുറുകിയ പാകത്തിലേക്കായി വരുമ്പോഴാണ് മീൻ പെറുക്കി നമുക്ക് ചാറിലേക്ക് ചേർക്കേണ്ടത്. കറി ഒന്ന് നല്ലപോലെ വെട്ടി
തിളച്ച് വരാനായിട്ട് നമുക്ക് ഈ വാഴയില വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നേരം നമ്മുടെ ചാറ് നമ്മളൊന്ന് നല്ല പോലെ വെട്ടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോഴും നല്ല കുറുകിയ ഭാഗത്തിലേക്കാണ് ചാറ് കുറുകി വന്നിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ചാറിലേക്ക് മീൻ കഷ്ണങ്ങൾ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ വെട്ടി തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം തിളപ്പിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാകും. ഇനി നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഫുൾ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ച കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ എണ്ണെല്ലാം തെളിഞ്ഞ് നല്ല കുറുകിയ പാകത്തിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടെ തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൂടെ കൊടുക്കാം. ഈ ഒരു സമയത്ത് കറിയുടെ ഉപ്പും പുളിയൊക്കെ നോക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. അങ്ങനെ 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുള്ള കറി ഒന്നുകൂടെ മൂടി തുറന്ന് നമുക്ക് തവിയിട്ടിളക്കി കൊടുക്കരുത്. കട്ടി പിടിച്ച് ചുറ്റിക്കാൻ മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കറി പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൂടെ കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കണമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറിയതിനു ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മീൻകറിയുടെ ചൂടക്കൊന്ന് ആറി വന്നപ്പോഴേക്കും നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള കാറ്ററിംഗ് സ്പെഷ്യൽ തേങ്ങാപ്പാൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലൊരു രീതിയിൽ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.